ഇത് കൊടുക്ക്, കുഞ്ഞിക്ക് ഒന്ന് പിടിക്ക്. നല്ല ഭംഗിയുണ്ട്. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുക, ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ നല്ലൊരു ഓണമായിട്ട് പനി പിടിച്ച് ഇരിക്കുമെന്നാണ്. ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇന്ന് എവിടെയും പോകണ്ട, ലീവാണല്ലോ. അപ്പം അമ്മയെ എഴുന്നേക്കാൻ വേണ്ടി ലേറ്റായി. ഞാൻ പിന്നെ എപ്പോഴും ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് പൂവിടാനും കുറച്ച് അതിനനുസരിച്ച് ലേറ്റ് ആവുകയും ചെയ്തു. പിന്നെ കുഞ്ഞുനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പൂവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അമ്മ അവളെ രാവിലെ വിളിച്ചില്ല, കുറച്ചേരം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവളെ വിളിച്ച് എണീപ്പിച്ച് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എല്ലാവരും കൂടെ പൂവിടാൻ നിൽക്കുന്നത്. ഇവിടെ സാധാരണ ഉത്രാടത്തിനും തിരുവോണത്തിനും മാത്രമേ പൂ വാങ്ങിക്കാറുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെയുള്ള പൂവൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പൂക്കളിടാറ്. പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. അപ്പം ഇത്തവണ കുറച്ച് പൂ കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഇവിടെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് വന്നപ്പം അവിടെ നിന്നൊക്കെ കുറച്ച് പൂ കിട്ടിയിട്ടുണ്ട്. അപ്പം അതും കുറച്ചുണ്ട്. ബാക്കി പൂ ഇവിടെ നിന്നുള്ളതൊക്കെ പറിച്ച് ഒപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അമ്മ രാവിലെ തന്നെ പൂ പറിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇത്തവണ പക്ഷെ ഇവിടെ വീട്ടിൽ പൂവൊക്കെ കുറേ കുറവാണ്. കാരണം മഴയായതുകൊണ്ട് തന്നെ എല്ലാ പൂവും നാശാവുകയും ചെയ്തു. അമ്മ പിന്നെ കാര്യമായിട്ടൊന്നും നോക്കിയതുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ പൂവൊക്കെ കുറേ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് റോസ് ഉണ്ട്, ഡാലിയ ഉണ്ട്. അതൊക്കെയാണ് അപ്പം അമ്മ പറിക്കുന്നത്. തേജുപ്പ് എണീച്ച് വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഉറക്കത്തിന്റെ മൂഡ് അങ്ങോട്ട് ശരിയായിട്ടില്ല. അതാണ് ഇപ്പം അമ്മ എടുത്തോണ്ട് തന്നെ നടക്കുന്നത്. ഇതൊക്കെ ഞാൻ വരച്ചതാ. കൊളോത്തമ്മയും കുഞ്ഞും കൂടെ കുറെ പൂവൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടാവും. മറ്റന്നാൾ നമുക്ക് വലിയ വട്ടിടാം, നക്ഷത്രം ഇടാം മറ്റന്നാൾ. അതിനെ കൊണ്ടിടാൻ പറ്റില്ല. അതെങ്ങനെ ഞാൻ ഇത് പറിക്കാം, കുഞ്ഞു അത് പറിക്കാം. നല്ല കളറില്ല ഇവിടെ നല്ല ഇത്. അമ്മ മേലെ തിളക്കുന്നേ. ഇങ്ങനെ കൊണ്ട് അവിടെ കൊണ്ട് പറിച്ചിട്ടാൽ മതി. ഇവിടെ പണ്ടേ പൂവിട അമ്മ തന്നെയാണ്. എൻ്റെ ഡ്യൂട്ടി പൂ പറിച്ചുകൊണ്ട് വരലാണ്. ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് വയലിലോ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പൂ പറിക്കും. അല്ലെങ്കിൽ തലേന്ന് പുഴേൻ്റെ സൈഡിൽ നിന്നും റോഡ് സൈഡിൽ നിന്നൊക്കെ പൂ പറിച്ചിട്ട് വരും. പക്ഷെ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇവിടുന്ന് തന്നെ പൂ പറിക്കുന്നതുകൊണ്ട് നേരത്തെ ആൾക്കാർ ചെല്ലും. ഞങ്ങൾ ചെല്ലുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോഴത്തേക്കും ഈ കുങ്ങിണി എന്ന് പറഞ്ഞിട്ടുള്ള പൂവൊക്കെ ഉണ്ട്, അതൊക്കെ നേരത്തെ ആൾക്കാരെല്ലാവരും പറിച്ചിട്ട് പോയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് പിന്നെ പുഴേൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ മഞ്ഞപ്പൂവുണ്ട്, അതൊരുപാട് ഉണ്ടാവും ഇങ്ങനെ. അപ്പം അതൊക്കെയാണ് ഞങ്ങൾ പറിച്ചിട്ട് വരിക. പിന്നെ രാവിലെ എണീറ്റിട്ട് വീട്ടിലെ ചുറ്റുമുള്ള കുറച്ച് പൂവിന് മത്തൻ്റെ പൂവൊക്കെ ഉണ്ടാവും, അതൊക്കെ പറിച്ച് പിന്നെ കുറേ ഇലയും കാര്യങ്ങളൊക്കെ പറിച്ച് വെട്ടി റെഡിയാക്കി അതൊക്കെ റെഡിയാക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. ഇന്ന് പിന്നെ കുഞ്ഞുമാണ് അമ്മേൻ്റെ കൂടെ ഫുള്ള് പൂവിടാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അമ്മ ആദ്യത്തെ രണ്ട് മൂന്ന് കളർ ഇട്ട് കൊടുത്തു. ബാക്കി കുഞ്ഞുവിൻ്റെ ഡിസൈനായിരുന്നു ഫുള്ള് ഇട്ടിട്ടുണ്ടായിരുന്നത്. കുഞ്ഞു തലേന്ന് തന്നെ എല്ലാ ഡിസൈനൊക്കെ വരച്ച് റെഡിയാക്കി വെക്കും. അതിൽ ഏതൊക്കെ പൂക്കൾ ഇടണം എന്നെല്ലാം മാർക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഞങ്ങളെല്ലാവരും രാവിലെ എണീക്കുന്നതിന് മുമ്പേ അമ്മ രാവിലത്തെ പത്തിരിയും മുട്ട റോസ്റ്റും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഒരു പണി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ അതൊക്കെ നേരത്തെ ആക്കി വെച്ചു. മക്കൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ. എല്ലാ പണിക്കും അമ്മേൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കുകയും ചെയ്യും. അമ്മ ഇവിടെ എപ്പോഴും മല്ലിയും മുളകും ഇങ്ങനെ വറുത്ത് പൊടിച്ചെടുത്ത് വെക്കും. ഇവിടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മ അതിട്ടിട്ടാണ് വെക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനും എപ്പോഴും ഇങ്ങനെ അമ്മ വറുത്ത് പൊടിച്ചതിൽ നിന്നാണ് കുറച്ച് എടുത്തിട്ട് പോവുക. എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പം അതിൽ കുറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടുന്ന് പിന്നെ എനിക്ക് ചായ ഉണ്ടാക്കി അത് തീരെ ശരിയാവില്ല. ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അമ്മേനോട് തന്നെ പറയും പൊടി ഇട്ടോളാൻ വേണ്ടിയിട്ട്. ബ്ലൗസ് താഴ്ത്തിട്ടോ ചളിയില് കാവടി തുള്ളി വരിക. പാഷൻ ഫ്രൂട്ട് പറിക്കാൻ പറ്റുമോ? ആരാൻ്റെ പറമ്പിൽ നിന്ന് പാഷൻ ഫ്രൂട്ട് പറിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യണം. അറിയുന്ന ആൾക്കാരാണെങ്കിലും സ്വന്തം പറമ്പല്ലാലോ, ഇതിങ്ങനെ ചെയ്യാൻ പാടുമോ?
3 കിട്ടി. വാ, ഇത് ആരാൻ്റെ പറമ്പ് തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല. അവർ വല്ലപ്പോഴും വന്ന് നോക്കുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം ഇതിപ്പോൾ ഞാൻ പാഷൻ ഫ്രൂട്ട് പറിച്ചത് അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയുമായിരിക്കും. ഞാൻ ആകെ ഒരു 3 പാഷൻ ഫ്രൂട്ടേ പറിച്ചിട്ടുള്ളൂ. അവർ ചീത്തയൊന്നും എന്തായാലും പറയണ്ടാവില്ലായിരിക്കും. നമ്മു ഇവനെ ഇനി അവിടെ അച്ഛമ്മേന്റെ അടുത്ത് ആക്കിയിട്ട് വരണേ നിങ്ങൾ വരുമ്പോ. അമ്മയും തേജും കൂടി ഉള്ള എന്തോ ഒരു അടിയാണത്. രണ്ടാളും കൂടെ എന്തോ പറഞ്ഞ് തെറ്റി തേജ് ഫുള്ള് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള പേരയ്ക്കും പാഷൻ ഫ്രൂട്ടൊക്കെ എറിഞ്ഞ് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പത്തിരിയും മുട്ട റോസ്റ്റും. ഇന്ന് പിന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്കാനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എഴുന്നേക്കാൻ വൈകിയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ലേറ്റായി. പിന്നെ എനിക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടി വിയും കണ്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പഴയ ഏതെങ്കിലും സിനിമയും വെച്ച് ടി വിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. കുഞ്ഞുവിൻ്റെ സൈക്കിൾ ഇവിടെയുള്ളത്, അത് ഞങ്ങൾ കോഴിക്കോട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ വന്നിട്ട് മര്യാദയ്ക്ക് അതൊന്നും ഓടിക്കാനും പറ്റിയിട്ടില്ല. ഫുള്ള് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം അത് എടുത്ത് ഓടിക്കാൻ നോക്കിയപ്പം അതിൻ്റെ ടയറിനാണെങ്കിൽ കാറ്റും ഉണ്ടായിരുന്നില്ല. ഹായ്. മോൻ ഗുഡ് ബോയ് അല്ലേ. പിന്നെ ഞങ്ങൾ വയലിലേക്കൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. മഴയായതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പം നാട്ടിയൊക്കെ കഴിഞ്ഞു, അപ്പോൾ ഒന്ന് കാണാനെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. സാധാരണ നാട്ടീൻ്റെ സമയത്ത് ഞങ്ങൾ എങ്ങനെയാണെങ്കിലും വരുന്നതായിരുന്നു. ഇത്തവണ അതും വരാൻ പറ്റിയില്ല. മഴ എന്നാലും ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു. ഫുള്ള് ചളിപിളിയായി കിടക്കുന്നുണ്ട് വയലിലേക്കുള്ള വഴിയൊക്കെ. അത് മരുന്നിന്റെ ആണല്ലോ. അങ്ങോട്ട് പോകുന്തോറും ഫുള്ള് ചളിയായിരുന്നു. ഒന്നാമത്തെ വയൽപ്പണി കഴിഞ്ഞ് വരമ്പൊക്കെ വെച്ചതിൻ്റെ ചളിയുണ്ട്. പിന്നെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിങ്ങനെ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ചളിയൊക്കെ കൂടി ഞങ്ങൾ അധികം വയലിലേക്കൊന്നും അങ്ങോട്ട് ഇറങ്ങിയില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് നോക്കി കണ്ടു പോരുക ചെയ്തേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണൊന്ന് ചളിയിൽ വീണു. പിന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു. കാരണം ചാർജ് കയറുന്നില്ല. ചാർജിങ് പോയിന്റിൻ്റെ അവിടെയായിരുന്നു ചളിയിലേക്ക് വീണുണ്ടായിരുന്നത്. പിന്നെ അത് ഡ്രൈ ആവാൻ വെച്ച് കുറച്ച് സമയം എടുത്തിട്ടാണ് പിന്നെ ഒന്ന് ഫോണ് ചാർജിൽ വെക്കാൻ പറ്റിയത്. അയ്യ ചളിയാ. ചളിയാണ് കുഞ്ഞു. അതിൽ കൂടെ എവിടെയും പോകേണ്ടി വരും. അപ്പുറത്ത് കൂടെ എത്തിയപ്പോണ്ടേ ചളിയും കൊണ്ട് പോയി. നീ പോ ചളി കൂടെ. നല്ല കാറ്റ്. ഞങ്ങൾ വയലിൽ പോയി വരുമ്പോഴത്തേക്ക് അമ്മ ബീഫൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നോട്. അപ്പോൾ പിന്നെ ഞാൻ അത് വേഗം ഒന്ന് വാട്ടി റെഡിയാക്കി ഉച്ചത്തേക്ക് കഴിക്കാനുള്ളതായിരുന്നു. അപ്പോൾ ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. ഈ ബീഫിൽ എന്തൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് കുക്കറിലേക്ക് തന്നെ ഇട്ടിട്ട് തന്നെയായിരുന്നു മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് മാന്തൾ വറക്കാനുണ്ടായിരുന്നു. അതും വറുത്ത് ചോറൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ഞങ്ങളെ നാട്ടിൽ കരണിയിൽ ഓണാഘോഷ പരിപാടിയായിരുന്നു. അപ്പോൾ അമ്മ അതിൽ മെമ്പറായതിനെ കൊണ്ട് അമ്മ അതിൽ ആശംസയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മയും അച്ഛനും സുധീപേട്ടനും മക്കളും കൂടെ കുറച്ച് നേരത്തെ, അമ്മയ്ക്ക് നിന്നെ നേരത്തെ അവിടെ എത്തണം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോകാൻ വേണ്ടി നിന്നു. ഞാൻ പിന്നെ പരിപാടിയൊക്കെ തുടങ്ങുന്ന സമയത്ത് പോകാമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ പറഞ്ഞ് അവരാദ്യം റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുക. ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അമ്മ കുഞ്ഞുവിനെ കൂടെ കൊണ്ടുപോവാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ തേജു ഇത് കേട്ടിട്ട് ഫുള്ള് കരഞ്ഞ് അലമ്പാക്കിയിട്ടാണ് ഇപ്പൊ തേജുവിനെയും കൂടെ കൂട്ടുന്നത്. ബൈ.
തേജു പോയി അതേപോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞു പിന്നെ അമ്മേന്റെ കൂടെ അവിടെ തന്നെ നിന്നു. തേജുവും സുധീപേട്ടനും കൂടെ അങ്ങോട്ട് തിരിച്ചു പോന്നതാ. പരിപാടി തുടങ്ങാനായി എന്ന് പറഞ്ഞു പിന്നെ അച്ഛനും അമ്മയൊക്കെ വിളിച്ചു. പിന്നെ അങ്ങനെ ഞങ്ങളും ഇറങ്ങി. കൊളത്തമ്മനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കൊളത്തമ്മയ്ക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പൊ ഞങ്ങൾ വേഗം ഇറങ്ങി. ലഗസി ശാസ്ത്ര സംഘത്തിന്റെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മെമ്പറായതിന്റെ ശേഷം അമ്മേന്റെ പ്രസംഗം ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ഏവർക്കും പ്രിയങ്കര നല്ല രസമുണ്ടായിരുന്നു ഇവരെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. അതിലൊരു ചെറിയ കുട്ടി കളിക്കുന്നുണ്ട്. എന്ത് ഭംഗിയായിട്ടാ ആ വലിയ ആൾക്കാരുടെ കൂടെ ആ കുട്ടി കളിക്കുന്നത്. പണ്ട് ഞങ്ങൾ ക്ലബ്ബിൽ ഉണ്ടാവുമായിരുന്നു ഓണാഘോഷം. അത് അടിപൊളിയായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ പരിപാടി ആയിരിക്കും. ചിലപ്പോൾ ഓണത്തിന്റെ തലേന്നോ അല്ലെങ്കിൽ തലേന്നിന്റെ തലേന്നോ ആയിരിക്കും പരിപാടി ഉണ്ടാവുക. വൈകുന്നേരം വാഴ കയറ്റും വടംവലിയൊക്കെ കൂടി അത് അവസാനിപ്പിക്കും. പക്ഷെ അടിപൊളിയായിരുന്നു പണ്ടത്തെ ആ ഓണാഘോഷം. ഇവിടെ എല്ലാവരും പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ അവസാനം ഗാനമേളയായിരുന്നു. ഗാനമേളയോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ഓണാഘോഷം അവസാനിച്ചത്. കുഞ്ഞുവിന് ഡാൻസ് കളിക്കാനുള്ള പാട്ടുകളായിരുന്നു ഫുള്ള് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വീട്ടിലേക്ക് പോകാനേ കുഞ്ഞു സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ. താങ്ക്